ഞങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ സ്വീകരണ യോഗങ്ങളിലെ കഴമ്പില്ലായ്മയെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടേണ്ടിയിരിക്കുന്നു. അവിടെ നിന്ന് നമ്മൾ അത് വ്യർത്ഥമായിട്ടുള്ളതാണ് എന്ന് ചിന്ത നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിൽ ക്രിസ്തു സങ്കല്പവും ക്രിസ്തു കണ്ടന്റ് ഓഫ് ക്രൈസ്റ്റ് എത്ര ഒട്ടുമില്ലാതെ പോകുന്ന ഒരവസ്ഥ, അത് ഒരു വാസ്തവമല്ലേ? അത് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? അവിടെ നിന്ന് നമ്മൾ സ്വീകരണങ്ങൾ അവസാനിപ്പിച്ച് നമ്മൾ ശുശ്രൂഷ ചെയ്യേണ്ട സമയമായില്ലേ എന്ന് നാം ആലോചിക്കേണ്ട സമയം. വ്യർത്ഥകാരൻ വെയിൻ ഗ്ലോറി ആണ് ഇതെന്ന്, ദിസ് ഈസ് ഓസ്റ്റന്റേഷ്യസ് പൈറ്റി എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യമായാൽ, അതല്ല എങ്കിൽ നമ്മൾക്ക് ലഭ്യമാകുന്നതോ നമ്മൾ പ്രതിഫലിപ്പിക്കുന്നതോ നമ്മൾ എന്ത് സന്ദേശമാണ് സമൂഹത്തിലേക്ക് കൊടുക്കുന്നത്? ഇറ്റ് ഈസ് സർട്ടൻലി this feast of St. Gregorios and this gathering of the clergy of the church, including episcopoi, should be a changing point that we should abruptly stop all the baseless reception that we give to any metropolitans or anybody. അതൊരു ശിക്ഷയായിട്ട് കാണുന്നുവെന്ന് കൺഫെഷൻ പോലെ പറയുന്നതിൽ ക്ഷമിക്കുക. അതൊരു വാസ്തവമാണ്. കയ്യടിക്ക് വേണ്ടി അല്ല പറയുന്നത്, കയ്യടിക്ക് വേണ്ടി അതല്ല നമ്മുടെ മിഷൻ. I earnestly believe in my heart and I stand with this idea. ദർശനം മോഹിച്ചിടുന്ന അജസംഘം ദർശനം അതിനും വാഴ്വിനും എന്നുള്ള നമ്മളുടെ ഫിലോസഫിയിൽ നിന്നും ദർശനത്തിൽ നിന്നും ഞാൻ സത്യപ്രഭ തന്നുടയോൻ എന്ന് പറഞ്ഞ് മെഴുകുതിരി കത്തിച്ച് കയറുന്ന ഒരു പാരമ്പര്യം നാം സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവാണ് നമ്മുടെ പ്രകാശം, ക്രിസ്തുവാണ് നമ്മുടെ ഫോക്കൽ പോയിന്റ്. നമ്മുടെ ശ്രദ്ധയും അല്ലെങ്കിൽ നമ്മൾ വെയിൻ ഗ്ലോറിക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്നവരാകും. We are losing our generation. We are losing our next generation. They have many attractive things in the secular world. They will easily get carried away. ഒരു വളരെ എളുപ്പത്തിൽ നമ്മളിൽ നിന്നും നമ്മുടെ കൺമുൻപിൽ നമ്മുടെ തലമുറ നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് we need to think seriously about what exactly we are doing.